ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 34-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ പറ്റി പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുകളുണ്ട്, പക്ഷേ ഇവിടെ പറയുന്നു ഈ അറിവ് രുചിച്ചറിയണം. നമ്മൾ ദൈവത്തെ അറിയുന്നത് വിവിധ സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ വ്യക്തമായിട്ടും കർത്താവിനെ ഉള്ളം കൊണ്ട് അറിയുന്നത് ഒരു മനുഷ്യൻ രുചിക്കുമ്പോഴാണ്. യേശു കർത്താവിനെ അറിഞ്ഞ ഒത്തിരി പേര് വേദപുസ്തകത്തിനകത്തുണ്ട്. പുതിയ നിയമത്തിനകത്ത് ശീമോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞു. ശീമോൻ കർത്താവിനെ അറിയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അറിയുന്ന സമയത്ത് കർത്താവിലേക്ക് വരുന്നത് പടക് നിറഞ്ഞാണ് അകത്തോട്ട് വരുന്നത്. എന്താണോ തനിക്കില്ലാതിരുന്നത്, എന്താണോ താൻ ആഗ്രഹിച്ചിട്ടും കിട്ടാതിരുന്നത്, അത് ദൈവം തനിക്ക് കൊടുക്കുകയാണ്. പക്ഷേ ആ അറിവിൽ വന്ന ശീമോന് ദൈവത്തെ രുചിച്ചറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് നന്മ വന്നപ്പോൾ, അല്ലെ അനുഗ്രഹം തന്നപ്പോൾ, അപ്പോൾ കിട്ടുന്ന ഒരു അറിവെന്ന് പറയുന്നത് യേശുവിനെ രുചിച്ചുള്ള അറിവല്ല. അത് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ദൈവം നമുക്ക് തന്നു, അതിൽ നമ്മൾ തൃപ്തരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതൊരു അറിവല്ല, അത് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. അതൊരു ദൈവത്തോടുള്ള, ദൈവം ആരാണെന്നുള്ള ഒരു അറിവ് അതിനകത്തില്ല. എന്നാൽ ഈ ശീമോൻ പത്രോസ് പിന്നെയും കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു. അപ്പോഴൊക്കെ കർത്താവിനെ ശീമോൻ അറിയാം. ഒരു ഭാഗത്ത് വെച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പം അറിവ്, ഒരു ജ്ഞാനം പത്രോസിനുണ്ട്. പക്ഷെ താൻ രുചിച്ചറിയുന്നത് അവിടെ വെച്ചൊന്നുമല്ല. രുചിച്ചറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവനെ അറിയത്തില്ല, ആണയിടാനും പ്രാകാനൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ ക്രൂശിക്കപ്പെട്ട കർത്താവ് പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വന്നിട്ട് ശിവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇവയിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? ആ ചോദ്യം 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ എന്നെ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വാസ്തവത്തിൽ പത്രോസ് യേശുവിനെ ശരണം പ്രാപിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് താൻ പറയുകയാണ്, കർത്താവേ നീ എന്നെ അറിയുന്നു. അപ്പോഴാ പത്രോസ്, ആ നിമിഷങ്ങളിൽ, ആ സാഹചര്യങ്ങളിലാണ് പത്രോസ് യേശുവിനെ രുചിച്ചറിയുന്നത്. യേശു ആരാണ് തനിക്ക് നേരത്തെ അറിയാം, ഒരു അറിവുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്തും നന്മ കിട്ടുമ്പോൾ, രോഗസൗഖ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വഴി തുറക്കുമ്പോഴൊക്കെ നമുക്ക് യേശുവിനെ അറിയാം. പക്ഷേ രുചിച്ചുള്ള അറിവെന്ന് പറയുന്നത് അതൊന്നുമല്ല. രുചിച്ചറിയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, എൻ്റെ യാത്രയിലുടനീളം എന്നെ നടത്തുന്നൊരു ദൈവം, ഇവിടെ മാത്രമല്ല, ഇവിടെ കഴിഞ്ഞാലും എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി ഭവനമൊരുക്കിയിട്ടിരിക്കുന്ന ഒരു കർത്താവെന്നുള്ള അറിവാണ് പ്രിയരെ രുചിച്ചറിയുക എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ പത്രോസാണ് പറയുന്നത്, നീ എന്നെ അറിയുന്നു. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിനെ നന്മ കിട്ടുമ്പോഴുള്ള അറിവ്, സൗഖ്യം കിട്ടുമ്പോഴുള്ള അറിവല്ല, യേശുവിനെ രുചിച്ചറിഞ്ഞ്, നിത്യത തരുന്ന ആ കർത്താവിനെ രുചിച്ചറിഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.